ബലൂച്ച് ലിബറേഷൻ ആർമി. ഈ ആർമിയാണ് ഇപ്പോൾ ജാഫർ എക്സ്പ്രസ് പാകിസ്ഥാനിൽ റാഞ്ചിയിരിക്കുന്നത്. ആരാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്കാർ? ആരൊക്കെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയിലെ അംഗങ്ങൾ? എന്താണ് അവരുടെ ഉദ്ദേശം? ഇനി ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാന്റെ വിഭജനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാന്റെ 44% ബലൂചിസ്ഥാനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ പ്രദേശം പാകിസ്ഥാൻ വിഭജനത്തിന്റെ സമയത്ത് ഇന്ത്യയോട് ചേർന്നോട്ടെ എന്ന് പറഞ്ഞ് അവർ നമ്മളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നതാണ്. കൂടുതലും ഗോത്ര വിഭാഗക്കാരാണ്, ഹിന്ദു കൾച്ചറുള്ള ഗോത്ര വിഭാഗക്കാരാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. എന്നാൽ അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ ആധുനിക ശില്പിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്വാഭാവികമായിട്ടും പാക് അധീന കശ്മീർ അവർക്ക് കൊടുത്തു, അക്സായ് ചിഞ്ഞെടുത്ത് ചൈനയ്ക്ക് കൊടുത്തു, ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ തന്നെ ഇരുന്നോട്ടെ, അത് നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യവും നമ്മുടെ ആധുനിക ശില്പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് നമ്മൾ പറയാതെ നിർവാഹമില്ല. എന്തായാലും ഈ ആധുനിക ശില്പിയുടെ ഈ വലിയൊരു ചെയ്തി കൊണ്ട് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ അവിടെയുള്ള ആൾക്കാർ അവിടെ വിഭജനത്തിനായിട്ടുള്ള മുറവിളി കൂട്ടുകയാണ്. ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ ഈ കാര്യത്തിൽ എന്താണ് ഇനിയുള്ള പ്രോഗ്രസ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്ത് പരിശോധിക്കേണ്ടത്. സമീപകാലത്ത് ഏറ്റവും ശക്തമായ ആക്രമണമാണ് ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. 400ഓളം യാത്രക്കാരുമായി പോകുന്ന ട്രെയിനാണ് ബലൂചിസ്ഥാൻ ആർമിയിൽ ഇപ്പോൾ പിടിച്ചു വെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. എന്തായാലും എന്താണ് ഈ ബലൂചിസ്ഥാന്റെ നിലവിലത്തെ സ്ഥിതി? വികസനം എത്തി നോക്കാത്ത ഒരു പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രദേശം ധാതു സമ്പന്നമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ടാണ് ചൈനയുടെ ഒരു കണ്ണ് എപ്പോഴും ബലൂചിസ്ഥാനിൽ ഉള്ളത്. ബലൂചിസ്ഥാനിൽ അയരാജ്യം ഉൾപ്പെടെയുള്ള ചൈനയുടെ കണ്ണ് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കും കണ്ണുണ്ട് എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണിതെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ബലൂചിസ്ഥാൻ വളരെ പിന്നിലാണ്, ഏറ്റവും ചെറുതാണ് എന്നുള്ളതാണ്. വെറും 15 ദശലക്ഷം ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 3/4 ഭാഗവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുമാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും തങ്ങൾക്ക് അവകാശപ്പെട്ട ധാതു സമ്പത്ത് വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോകുന്നതും അതിന് പാകിസ്ഥാൻ സർക്കാർ അനുവാദം നൽകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ാണ് ഇവിടെയുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ളവർ ഇവർക്കെതിരെ പോരാടാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ക്രമേണ സായുധ കലാപത്തിലേക്ക് അവർ എത്തുകയും ചാവേർ ബോംബാക്രമണം പോലെയുള്ള ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്തു. നാളുകൾ കഴിഞ്ഞതോടെ യുവാക്കൾ, മെഡിക്കൽ, നിയമ വിദ്യാർത്ഥികൾ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഊപ്പ ആൾക്കാരല്ല അതിനകത്ത് ചേർന്നിരിക്കുന്നത്. യുവാക്കളുണ്ട്, നിയമ വിദ്യാർത്ഥികളുണ്ട്, മെഡിക്കൽ രംഗത്തുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാരും ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വന്ന് ചേരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആദ്യം സാധാരണക്കാരന് ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ ചേരാനായിട്ടുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം മാറി. വിദ്യാർത്ഥികൾ, ഉന്നത ബിരുദം നേടിയവരെല്ലാം സംഘടനയിൽ അംഗമാകുന്നുണ്ട്. നിലവിൽ സംഘടനയിലെ അംഗത്വം ഏകദേശം 5000 മാത്രമാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കണം. ഇത് വച്ചിട്ടാണ് പാകിസ്ഥാനിലെ ബലൂച്ച് മേഖല വിഭജിക്കാനായി പാക് സൈന്യത്തെ ഇവർ വിറപ്പിച്ചു നിർത്തുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. വിദ്യാർത്ഥികളും ബിരുദധാരികളും ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനതയുടെ ആ ഒരു ശക്തിയിൽ സംഘടന വിജയകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിലെ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൈനികവത്കരണം സംബന്ധിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 2024 ഡിസംബറിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ അടിച്ചമർത്തലുകൾ അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി സംഘടന അവിടെ ഒരു ആഹ്വാനം നടത്തിയിരുന്നു. എന്തായാലും ആ ആഹ്വാനത്തിന്റെ പേരിൽ ഒരു പ്രക്ഷോഭമുണ്ടായി. ആ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ക്വറ്റയിലെ ബോലൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ്. സുരക്ഷാ സേന കോളേജ് ഹോസ്റ്റലുകൾ കൈയടക്കിയതിനെ തുടർന്നായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്. ഈ പാകിസ്ഥാന്റെ സുരക്ഷാ സേനയാണ് അവിടെ ഹോസ്റ്റലുകൾ അടക്കം കൈയടക്കിയത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തു. ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതികൾ പരിഹരിക്കുന്നതിൽ അധികൃതർ വലിയ രീതിയിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ അവസരത്തിലാണ് BLAയിൽ ചേർന്നാൽ BLAയിൽ നമുക്ക് എന്തുകൊണ്ട് ചേർന്നുകൂടാ എന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾ ആലോചിക്കുന്നത്. ഞങ്ങളെ ഇവിടെ സൈനികവൽക്കരണം നടത്തുകയാണ്, നമ്മുടെ കോളേജിലടക്കം ഹോസ്റ്റലിലടക്കം ഇവിടെ പാകിസ്ഥാൻ പട്ടാളം കയറി ഇറങ്ങി വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാനും ആരുമില്ല. എന്നാൽ ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ ഒരു ആർമിയായി രൂപം കൊണ്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ പടലയോടുകൂടി ബലൂച്ച് ലിബറേഷൻ ആർമിയിൽ പോകുന്നതും വലിയ രീതിയിൽ ഒരു വടവൃക്ഷമായി ബലൂച്ച് ലിബറേഷൻ ആർമി പടർന്നു പന്തലിക്കുന്നതും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.